ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജിത്ത്. ഇന്നത്തെ വീഡിയോ കോവൽ കൃഷിയെക്കുറിച്ചാണ്. അവ ടെറസിലേക്ക് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ, അതേപോലെ ഇവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ, വളപ്രയോഗം എന്നിവയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. കോവയ്ക്കയുടെ കൃഷി ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും എല്ലാവരും കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നല്ല വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, അധികം രോഗങ്ങളൊന്നും വരാറില്ല. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ കോവയ്ക്ക നമുക്ക് പറിക്കാവുന്നതാണ്. ഞാൻ തന്നെ ഇപ്പോൾ ആഴ്ചയിലൊരു 5 കിലോ 6 കിലോ കോവയ്ക്ക പറിക്കാറുണ്ട്. അത് ടെറസിൻ്റെ ഒരു സൈഡിൽ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. എന്നിട്ട് തന്നെ ഇത്രയേറെ പറിക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വരുമാനം മാർഗ്ഗമാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഈ അടുക്കളയിൽ നിന്ന് വരുന്ന കുറേ വേസ്റ്റ് വെള്ളങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അരി കഴുകിയ വെള്ളം, പിന്നെ അതേപോലെ തന്നെ മീൻ മുറിച്ച വെള്ളം, ഇങ്ങനെ ഓരോ വെള്ളങ്ങൾ, അങ്ങനെയുള്ള ഓരോ പച്ചക്കറി വേസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന വളം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരു തരത്തിലുള്ള രാസവളങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇതിന് ഇല്ല. അതുപോലെ തന്നെ ഈ കോവലിൻ്റെ വള്ളികൾ കഴിയുന്നതും ടെറസിലേക്ക് പടർത്തുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ടെറസിലാകുമ്പോൾ കൂടുതൽ ഏരിയ നമുക്ക് ഇതിൻ്റെ വള്ളി പടർത്താൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടുകയും ചെയ്യും. ടെറസിലാകുമ്പോൾ ഇതിന് നല്ല വെയിൽ അത്യാവശ്യമാണ്. പിന്നെ ഇതിന് പ്രധാനമായിട്ടും കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വള്ളിയുടെ തലഭാഗം തടിച്ചു വരുന്നതാണ്. ഈ തടിച്ച തലഭാഗത്തിന് വന്നതിന് ശേഷം പിന്നെ മുന്നോട്ട് വള്ളികൾ നീങ്ങാത്ത രീതിയിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തടിച്ച ഭാഗം ഉണ്ടല്ലോ, അതൊന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ അവിടെ ഒരു പൂവ് പുതുതായിട്ടുണ്ടാവുകയും ചെയ്യും. വള്ളിയുടെ പുതിയൊരു വള്ളി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. ഇത് ശരിക്കൊരു ദീർഘകാല വിളയാണ്. വർഷം മുഴുവനും കൃഷി ചെയ്യാം. 365 ദിവസവും ഇത് കൃഷി ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക പറിച്ചെടുക്കാവുന്നതാണ്. കോവൽ നടുന്നത് അതിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ടാണ്. ഈ മൂത്ത തണ്ടുണ്ടല്ലോ, അത് മുറിച്ചെടുത്തിട്ട് മണ്ണിൽ കിടത്തി വെച്ചാൽ മതി. അത് പിന്നെ പെട്ടെന്ന് തന്നെ വളർന്നോളും. ഇത് അധികം ആഴത്തിലൊന്നും കുഴിച്ചിടരുത്. അധികം ആഴത്തിൽ കുഴിച്ചിട്ടാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ മുള വരാൻ സമയമെടുക്കും. അപ്പോൾ കുറച്ച് മാത്രം മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നെ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി, അങ്ങനെയുള്ള ചെറിയ ജൈവവളങ്ങളൊക്കെ ഇടുന്നതാണ് നല്ലത്. പിന്നെ ഈ കോവലിൻ്റെ ഇലകളൊക്കെ ഒന്നായിട്ട് ഉണങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് പറിച്ച് കളയണം. കംപ്ലീറ്റ് ഈ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്നായിട്ട് പറിച്ച് ഒന്ന് വൃത്തിയാക്കി ഈ വള്ളികളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ കോവലിന് പ്രധാനമായും കണ്ടുവരുന്ന ഒരു ജീവിയുടെ ശല്യം ഉണ്ടല്ലോ. ഇത് എന്താ ജീവി എന്ന് എനിക്കറിയില്ല, എന്നാലും ഇതിങ്ങനെ ഒന്നായിട്ട് നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ടാകുമ്പോഴേക്ക് തന്നെ അത് പറിച്ച് ആ ഇല പറിച്ച് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് വള്ളിയൊക്കെ ഒന്നായിട്ട് നിറഞ്ഞ് നാശമാവും. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്യൂഡോമോണസ് ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കുറച്ചേ ഉള്ളെങ്കിൽ ഈ ഇല ഒന്നായിട്ട് പിഴുത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് സമയം നമ്മൾ ഈ കോവൽ കൃഷിക്ക് വേണ്ടി മെനക്കേടുകയാണെങ്കിൽ നല്ലൊരു വരുമാനം നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ നിറയെ കോവയ്ക്ക ഉണ്ടായിരുന്നതായിരുന്നു കേട്ടോ. ഞാനെല്ലാം പറിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് കംപ്ലീറ്റ് കാലിയായി കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ ആഴ്ച എല്ലാം പറിച്ചതാണ്. പലരും പറയുന്ന ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, പൂവുണ്ടാകുക കൊഴിഞ്ഞു പോകുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പൂവുണ്ടായിട്ട് അത് കൊഴിഞ്ഞ് പോവുകയാണെങ്കിൽ അത് എഗ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരാഴ്ച കൂടുമ്പോഴും എഗ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂവുണ്ടാകുന്നത് കൊഴിഞ്ഞു പോയില്ല.
ഞാൻ ഈ കോവൽ കൃഷി ചെയ്യുന്നത് ഏകദേശം ഒരു 5-6 വർഷത്തോളമായി. പക്ഷേ എനിക്കിതുവരെയ്ക്കും അങ്ങനെ ഈ പൂവ് കൊഴിഞ്ഞു പോകുക എന്നുള്ളൊരു പ്രശ്നം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അഥവാ പൂവ് ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രം ഈ എഗ്ഗമിനോ ആസിഡ് ചെയ്താൽ മതി. എഗ്ഗമിനോ ആസിഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഞങ്ങളുടെ മുൻപേയുള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. പൂ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രം മതി കേട്ടോ. മഴക്കാലത്ത് ഇതിൻ്റെ ഇല ഒന്നായിട്ട് ഉണങ്ങി പോകാറുണ്ട്. ഈ ഇലകളൊക്കെ ഒന്നായിട്ട് ഉണങ്ങി ഈ ചെടികളും മൊത്തത്തിൽ നശിച്ചു പോകുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ മഴ കൊള്ളാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും ഈ കൃഷി നമുക്ക് ശരിക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. നല്ല തൈകൾ ഈ കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നഴ്സറിയിലോ അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. ഈ കോവൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കാട്ടുകോവലുണ്ട്. ഈ കാട്ടുകോവലൊക്കെ ആണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേയൊക്കെ കഴിഞ്ഞ് ഈ കോവക്ക ഉണ്ടായതിന് ശേഷമായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഇത് ഭയങ്കര കയ്പ്പാണല്ലോ, ഇത് കിട്ടിയിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പം നല്ല തൈകൾ നോക്കിയിട്ട് എപ്പോഴും സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കായ്കൾ ഉണ്ടായതിന് ശേഷം ദിവസവും നനയ്ക്കണം. നനച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കായ്കളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തോടു കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവസവും നനച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കായ്കൾ ഉണ്ടായതിന് ശേഷം ദിവസവും നനച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരു 8 മണിക്കൂറെങ്കിലും തുടർച്ചയായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം കോവലിൻ്റെ വള്ളി പടർത്തേണ്ടത്. ഈ കോവൽ ശരിക്ക് 3-4 വർഷം സുഖമായിട്ട് കിട്ടും. ഈ 3 വർഷം 4 വർഷത്തിന് ശേഷം ഈ കോവൽ പിന്നെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് നടുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ശിഖരങ്ങൾ ഇടയ്ക്ക് ഒന്ന് വെട്ടിക്കൊടുക്കണം. ഈ കോവയ്ക്ക കുറയുന്ന ഒരു സമയമുണ്ട്. കോവയ്ക്ക ശരിക്ക് 1 മാസം തുടർച്ചയായിട്ടുണ്ടായി പിന്നെ കുറച്ച് കാലത്തേക്ക് കുറയും. ഈ കുറയുന്ന സമയത്ത് ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്താൽ പിന്നെ കുറേ പൂവുകളും കുറേ കായ്കളൊക്കെ ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ കോവൽ കൃഷി ടെറസിൽ ചെയ്യുമ്പോൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പല ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. ഈ ഇതിൻ്റെ വള്ളികളുണ്ടല്ലോ, കോവലിൻ്റെ വള്ളികൾ വളരെ പരുപരുത്തതായതിനെ കൊണ്ട് പാമ്പ് അതേപോലെ തന്നെ ചേര അങ്ങനെയുള്ള ഇഴജന്തുക്കൾ നേരെ ടെറസിലേക്ക് കയറും. അപ്പോൾ അത് പിന്നെ ഭയങ്കര പാടായിരിക്കും നമുക്ക്. പിന്നെ ഈ പാമ്പിനെയൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇടണം. ഇങ്ങനെ എൻ്റെ വീട്ടിൽ തന്നെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വള്ളി ടെറസിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു കോലെടുത്ത് കുത്തി പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് ഇവ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ കെട്ടിക്കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഇഴജന്തുക്കൾക്കൊന്നും കയറാൻ പ്രയാസമായിരിക്കും. അല്ലാതെ നമ്മുടെ ടെറസിലേക്ക് പല വീടുകളിലും ഇങ്ങനെ പാമ്പുകളൊക്കെ ചേരകളൊക്കെ കയറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.